രാജേഷ് ചിറപ്പാട്, നോക്കൂ, ഇവിടെ ഇപ്പോൾ സർക്കാർ എന്താണ് ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാട് എന്നത് കോടതിക്ക് മുന്നിലുണ്ട്, നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ആ വിഷയം നാളെ കോടതിയിൽ വീണ്ടും വരികയാണ്. ആ വിധി റദ്ദ് ചെയ്തിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. ആ വിധി ഇപ്പോഴും ഉള്ളതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം വീടുകൾ കയറി ഇറങ്ങി ചില തിരുത്തലുകൾ നിലപാടിൽ സർക്കാർ വരുത്തി എന്നതും നമുക്കറിയാവുന്നതാണ്. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാളെ ഇങ്ങനെ കോടതിയിൽ കേസ് പരിഗണിക്കുകയാണ്, എന്താണ് സർക്കാരിൻ്റെ നിലപാട് എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു വ്യക്തമായ നിലപാട് പറയാൻ പറ്റാതെ പോകുന്നത്? അല്ല, ഇതിൻ്റെ അകത്ത് വളരെ കൃത്യമാണ് കാര്യങ്ങൾ. നാളെയാണ് കോടതിയുടെ തീരുമാനത്തിലിരിക്കുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ കോടതി ഒരു പുനർവിചിന്തനത്തിന് വേണ്ടിയുള്ളൊരു ഹർജി സ്വീകരിക്കുകയും ഒരു ബെഞ്ച് അത് നാളെ അത് പരിഗണനയിലെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കോടതിയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ളൊരു നിലപാട് പറയേണ്ടത്. അപ്പം യഥാർത്ഥത്തിൽ സർക്കാർ ഇതിൻ്റെ അകത്ത് എന്ത് നിലപാട് സ്വീകരിക്കുന്നുള്ളത് സർക്കാരിൻ്റെ കാര്യമാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് നിരീക്ഷണം, ഒരു ഇടതുപക്ഷ നിരീക്ഷകനോ സഹയാത്രികനോ എന്നുള്ള നിലയിൽ ഇനി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഏതെങ്കിലും പാർട്ടിയുടെ നിലപാടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാടൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സർക്കാരിൻ്റെ നിലപാടില്ലാതെ സർക്കാരിന് നിലപാടുണ്ടല്ലോ, പോകുന്നത് എന്തുകൊണ്ടാകും സാഹചര്യമുണ്ടല്ലോ. സർക്കാരിന് നിലപാടുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണല്ലോ. സർക്കാരിന് ഒരു നിലപാടുണ്ടായിരുന്നല്ലോ. ഇനി കോടതി വിധി വരട്ടെ, കോടതിയുടെ അഭിപ്രായങ്ങൾ വരട്ടെ, കോടതിയുടെ വിധി വരട്ടെ. ഒരു പുനരാലോചനാ ഹർജിയാണല്ലോ, പുനർവിചിന്തന ഹർജിയാണ് കൊടുത്തിരിക്കുന്നത്. അത് യുവതീ പ്രവേശനം എന്നുള്ളത് സുപ്രീം കോടതി എല്ലാ മനുഷ്യർക്കും എന്താണ് ഒരു ആരാധനാലയത്തിൽ തുല്യത, അതിൽ ജെൻഡർ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗതി ആവശ്യമില്ല. പോകണമെന്ന് കരുതുന്ന, ആരാധിക്കണമെന്ന് കരുതുന്ന മനുഷ്യരായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക ജെൻഡറിനെ മാറ്റി നിർത്തുന്നു എന്ന ഒരു പരിഗണന വേണ്ട. അത് ഭരണഘടനാപരമായിട്ട് കോടതി ശരിയായി നിരീക്ഷിക്കുന്നു. അപ്പോൾ അവിടെയാണ് പലതരത്തിലുള്ള സാമൂഹ്യ സംഘർഷങ്ങളിലേക്കും പലതരത്തിലുള്ള സാമൂഹ്യ വിഭജനങ്ങളിലേക്കും, ഇതൊക്കെ നമുക്ക് ചരിത്രമാണ്, അതിൻ്റെ വിശദാംശങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല, വളരെ സാമൂഹ്യമായ വിഭജനങ്ങളിലേക്കും വർഗീയ ധ്രുവീകരണങ്ങളിലേക്കും അതിൻ്റെ രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങളിലേക്കൊക്കെ തന്നെ നമ്മുടെ സമൂഹം പോയത്. സ്വാഭാവികമായിട്ടും ശബരിമല കേരളത്തിൽ തന്നെയാണ്, കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്താണുള്ളത്. അപ്പോൾ കേരള സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആരാധനാലയം, ഒരു സെക്യുലറായിട്ടുള്ള ഒരു ആരാധനാലയം എന്നുള്ള നിലയിൽ അപ്പം ഗവൺമെൻറ്റിന് കൃത്യമായൊരു നിലപാടുണ്ട്. കോടതി വിധി നടപ്പിലാക്കേണ്ട ബാധ്യത പിന്നെ നമ്മുടെ കേരള ഗവൺമെൻറ്റിനുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയുടെ നടപ്പിലാക്കേണ്ട ബാധ്യത കേരള ഗവൺമെൻറ്റിനുണ്ട്. അതാണ് കേരള ഗവൺമെൻറ് ചെയ്തത്. ഇനിയിപ്പോൾ കോടതിയിൽ വീണ്ടും അതൊരു പുനരാലോചന നടക്കുകയാണ്. ഒരു കോടതി വിധി നടപ്പാക്കുന്നത് പോലെ ആയിരുന്നില്ല ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ സർക്കാർ നിലപാട്. അതൊരു നിലപാട് പ്രഖ്യാപനമായിരുന്നു. തങ്ങളുടെ നിലപാട് പ്രഖ്യാപനം എന്ന് പറഞ്ഞുകൊണ്ടാണ് നവോത്ഥാന മതിൽ കെട്ടിയതും ആ രീതിയിൽ ആ വിഷയത്തിൽ ഇടപെട്ടതും അത് ഉറക്കെ പറഞ്ഞതും. അത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുന്നതിന് ശേഷം സാഹചര്യമല്ല, ഒരു നിലപാട് പ്രഖ്യാപനമായിരുന്നു. ഒരു സെക്യുലർ സമൂഹത്തിൽ സെക്യുലറായ നിലപാട് എടുക്കാൻ പറ്റുള്ളൂ. എന്താണ് അവിടെ സംഭവിച്ചതെന്നറിയാമോ? കേരളത്തെ ഈ ശബരിമലയുടെ വിഷയം പറഞ്ഞുകൊണ്ട് വലതുപക്ഷവും വർഗീയ ശക്തികളും പലതരത്തിലുള്ള മതമേലധ്യക്ഷന്മാരും പലതരത്തിലുള്ള പല കോണുകളിൽ നിന്ന് പല രീതിയിൽ ഈ കേരളത്തിൻ്റെ സാഹോദര്യത്തെ, സെക്യുലർ സ്വഭാവത്തെ, മതനിരപേക്ഷതയെ പരിക്കേൽപ്പിക്കുന്ന ഒരു നിലയുണ്ടായി. അപ്പോഴാണ് അങ്ങനെ ഒരു നിലപാടുമായിട്ട് വരുന്നത്. ആ നിലപാടിൽ നിന്ന് ഇപ്പോൾ കോടതി വിധി വരട്ടെ. കോടതി വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ എം വി ഗോവിന്ദൻ മാഷ് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? കൃത്യതയില്ലാത്തതായിരുന്നു. ആദ്യഘട്ടങ്ങളിൽ അദ്ദേഹം സർക്കാർ പറയുമെന്ന് പറയുന്നു, നാളത്തെ സാഹചര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുന്നു, വിധി വരട്ടെ എന്ന് പറയുന്നു, വിധി വന്നപ്പോഴാണ് ഞങ്ങൾ ആ നിലപാടെടുത്തതെന്ന് പറയുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം വാർത്താസമ്മേളനം അവസാനിപ്പിച്ച് പോകുമ്പോൾ അവസാനം വീണ്ടും മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമല്ലേ എന്ന്. ഇതിൽ നിന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ് എന്നൊരു നിഗമനത്തിലെത്താൻ എനിക്ക് പറ്റിയിട്ടില്ല. അതിൽ പറ്റാൻ ഒരു വിഷമവുമില്ല. മാറ്റത്തിന് മാത്രമേ മാറ്റമില്ല എന്നുള്ളതൊരു മാർക്സിസം എന്നുള്ളൊരു പ്രാപഞ്ചികമായ ഒരു സത്യമാണ്, സത്യമാണ്. നിലപാട് മാറ്റുമെന്നായിരിക്കുമോ? നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചത്തിൽ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഒന്ന് മാത്രം ഇങ്ങനെ സനാതനമായി നിൽക്കില്ല. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രപഞ്ചത്തിലുള്ളത്. മാറ്റം എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് മാത്രമേ മാറ്റം അതറിയാമല്ലോ. സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതാണ് പറഞ്ഞത്. അപ്പോ നിലപാട് യുവതീ പ്രവേശനത്തിലെ നിലപാട് മാറ്റുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ഇടത് സഹയാത്രികനായ അതോടൊപ്പം തന്നെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പം അതിനോടൊപ്പം തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് ജനാധിപത്യമാണ് പ്രധാനം. ജനാധിപത്യപരമായി വിശ്വാസികളുടെ വിശ്വാസവും കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നല്ലേ പറഞ്ഞത്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള കടുംപിടുത്തം നമുക്കില്ലല്ലോ.
കോടതി വിധി വരട്ടെ. കോടതി വിധി വന്ന് അത് കോടതി വിധി വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? കേരളത്തിൻ്റെ സാമൂഹ്യ സൗഹൃദാന്തരീക്ഷത്തെ പരിക്കേൽപ്പിക്കുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഗവൺമെൻറ്റിനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെക്യുലർ പാർട്ടികൾക്കോ ഇതുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പല ആളുകളും പുറത്തിരിപ്പുണ്ട്. അതുകൊണ്ട് പല ആളുകളും പുറത്തിരിപ്പുണ്ട്. വർഗീയതയെ അത് താങ്കൾ പറഞ്ഞ ആ ഒരു മുതലെടുപ്പിന് വേണ്ടി നടക്കുന്ന ഒരുപാട് ശക്തികൾ പുറത്തിരിക്കുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട്. അപ്പം നാളത്തെ കോടതി വിധിയെ ശ്രമിച്ചുകൊണ്ട് അപ്പം അതിനൊരിക്കലും ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും സാമൂഹ്യ സൗഹൃദത്തെയും പരിക്കേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടും ഒരു സെക്യുലർ പാർട്ടിയും സ്വീകരിക്കില്ല, കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിക്കില്ല. അതിൽ യാതൊരു തർക്കവും ഉണ്ടാവില്ല. ശരി, ഇവിടെ ഏതെങ്കിലും വിഷയങ്ങളിൽ CPM കോടതി വിധി അനുസരിച്ച് മാത്രം നിലപാടെടുക്കുന്ന പാർട്ടിയാണോ, അല്ലെങ്കിൽ കോടതി ഒരു വിധി പറഞ്ഞാൽ അതിൽ മാത്രം നിലപാട് ചുരുക്കുന്ന ഒരു പാർട്ടിയാണോ എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. കോൺഗ്രസ് പ്രതിനിധി നിജേഷ് അരവിന്ദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ നിജേഷ് അരവിന്ദ്, നോക്കൂ, ഈ വിഷയത്തിൽ നേരത്തെ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടുന്നതിൻ്റെ വലിയ ഉത്തരവാദിത്തം ഉണ്ട്. ഇവിടെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആ ഉത്തരവാദിത്തം നേരത്തെ കാണിച്ചിട്ടില്ല, ഇനിയൊട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നതുമില്ല എന്നത് നേതാക്കന്മാരുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യില്ല, നിങ്ങളെ ചെയ്യാൻ വെല്ലുവിളിക്കുന്നു എന്ന തരത്തിലൊരു നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടോ? രേണുക പറഞ്ഞതിന്റെ ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടിയിട്ടില്ല. കോൺഗ്രസ് ഉത്തരവാദിത്വം പ്രയോഗിച്ചിട്ടില്ല, ഇനി പ്രയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്ന് പറഞ്ഞതിന്റെ ഒരു ക്ലാരിറ്റി ഒന്ന് വിശദീകരിച്ചു. യുവതീ പ്രവേശനത്തിന് എതിരാണല്ലോ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട്. അത് ഇപ്പോഴും നിങ്ങൾ ഉയർത്തി തന്നെ പറയുന്നുണ്ട്. യുവതീ പ്രവേശനത്തിന് എതിരാണ് നിങ്ങളുടെ നിലപാടെന്ന് പറയുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ പുരോഗമനപരമായ ഒരു നിലപാടായിട്ട് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ടാണത് പറഞ്ഞത്. അത് രേണുകയുടെ അഭിപ്രായമാണ്. രേണുകയുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് കോൺഗ്രസ് ഉത്തരവാദിത്തം കാണിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്നൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരമ്പലത്തിലെ വിശ്വാസി, അവിടുത്തെ മുഴുവൻ കാര്യങ്ങളോടുമുള്ള വിശ്വാസമാണ് അയാൾക്കുള്ളത്. അവിടെ ഒരു ശബരിമലയാണെങ്കിൽ അവിടെയുള്ള ചിട്ടവട്ടങ്ങളോടും അവിടെയുള്ള ആചാരങ്ങളോടും ഉൾപ്പെടെയാണ് ഒരാൾ വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ആ വിശ്വാസത്തിനെ നമ്മൾ വിശ്വാസിയായിട്ടേ കാണാൻ പറ്റൂ. പൗരന്റെ അവകാശം അല്ല, അവിടെ വിശ്വാസിയുടെ അവകാശം അത് വേറെ തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് കോൺഗ്രസ് ആ നിലപാടിലേക്ക് എത്തുന്നത് നാമജപ ഘോഷയാത്ര NSSന്റെ നേതൃത്വത്തിൽ നടന്നതിന് ശേഷമാണ് എന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. അല്ല, ഇന്റർപ്രറ്റ് ചെയ്യാൻ ആർക്കും ഇന്റർപ്രറ്റ് ചെയ്യാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടാണ് ഞാൻ പറയുന്നത്. നാമജപ ഘോഷയാത്ര ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. നമ്മളൊന്ന് വെറുതെ ചിന്തിക്കുക. ഇപ്പൊ എനിക്ക് വ്യക്തിപരമായിട്ട് പല കാര്യങ്ങളും നിലപാടുണ്ടാവും. പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് ഇന്ത്യ രാജ്യത്തുള്ള, പ്രത്യേകിച്ച് വിശിഷ്യ കേരളത്തിലുള്ള ഓരോ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.